ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്ത ഒരു പോസ്റ്റിന് കീഴിൽ എന്റെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിലുള്ള രോഹിത് ബാലകൃഷ്ണൻ എന്നൊരാളിട്ട കമന്റിൽ എന്നെ ഗോതമ്പ് പൊടി ടീം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. രണ്ട് രീതിയിലാകാതെ ഗോതമ്പ് പൊടിയും മറ്റൊക്കെ വാങ്ങിച്ചു നിന്ന് മതം മാറിയ ആളാണ് ഞാൻ എന്നുള്ള നിലയിലും വരാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്ത ആളുകളെ മതം മാറ്റുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞാനെന്ന് പറയാം. ഏത് രീതിയിൽ അത് എടുക്കാം. അങ്ങനെ അതാണ് ഈ ഗോതമ്പ് പൊടി ടീം എന്ന് പറയുമ്പോൾ അവരർത്ഥമാക്കുന്നത്. രണ്ടും ആകാതെ പിന്നെ ഗോതമ്പ് പാൽപ്പൊടി അങ്ങനെയൊക്കെ പലതും പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇതാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഈ ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്ത് മതം മാറ്റുന്നു എന്നൊക്കെ പറയുന്ന ആരോപണമുണ്ടല്ലോ, ആ വിഷയം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത ഒരു 5-6 മാസത്തോളമായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തിൽ പുസ്തകം എഴുതാൻ വേണ്ടി വളരെ ആഴമേറിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വിവരങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കി കുറേ വിവരങ്ങൾ കിട്ടുകയും ചെയ്തു. ഈ പുസ്തകമൊക്കെ എഴുതി തീരുകയും ചെയ്തു. പുസ്തകത്തിന്റെ പേര് ആഹാരത്തിന്റെ രാഷ്ട്രീയം, അവർണരുടെ ജീവിതവും മിഷണറിമാരുടെ ഇടപെടലുകളും എന്നാണ്. ആ പുസ്തകത്തിലെ ഇവന്മാരുടെ ഈ പരിഹാസത്തിന്റെ, അതായത് ഗോതമ്പും പാൽപ്പൊടിയും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ, ആ പരിഹാസത്തിന്റെ ചരിത്രപരമായ സാങ്കത്യം എത്രത്തോളം ഉണ്ടെന്ന് വളരെ ആഴമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇവർ ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്ത് മതം മാറ്റിയിരുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്തോ എന്നുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മതം മാറ്റാൻ വേണ്ടിയാണോ കൊടുത്തത്, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മതം മാറ്റാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ടോ, അത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ആൻസർ അതിൽ കിട്ടുന്നുണ്ട്, അതിനകത്ത് ആ പുസ്തകത്തിൽ അതെല്ലാം വരുന്നുണ്ട്. മാത്രമല്ല ഈ ക്രിസ്ത്യാനികളെ ഇങ്ങനെ പരിഹസിക്കുന്നവര്, അതായത് ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്ത് ഹിന്ദുക്കളെ മതം മാറ്റാൻ നടക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ആ പരിഹാസം എങ്ങനെയാണ് സ്വന്തം മതവിശ്വാസികളെ പൊതുജനമധ്യത്തിൽ അപമാനിക്കുന്നത് എന്ന കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. രോഹിത് ബാലകൃഷ്ണൻ എന്ന സംഖ്യയ്ക്കും രോഹിത്തിനെ പോലെ ചിന്തിക്കുന്നവർക്കും വേണ്ടി ആ ഭാഗം ഞാൻ കോപ്പി ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് ഇട്ടു. അതായത് ഞാൻ ഓൾറെഡി പുസ്തകത്തിനോട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അതങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടു. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ തന്നെ വായിക്കാൻ നിങ്ങളുടെ മുമ്പാകെ. ക്രിസ്ത്യൻ മിഷണറിമാർ പാൽപ്പൊടിയും ഗോതമ്പും നൽകി ഇന്ത്യയിലെ ഹിന്ദുക്കളെ മതം മാറ്റിയെന്ന് ആരോപിക്കുന്ന ആർഷഭാരത സംസ്കാര വക്താക്കൾ യഥാർത്ഥത്തിൽ എന്താണ് വെളിപ്പെടുത്തുന്നത്? ഈ ആരോപണം കേൾക്കുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരെ ലക്ഷ്യമിട്ട പരിഹാസമാണത് എന്ന് ആദ്യം തോന്നിയാലും ആത്യന്തികമായി അതിന്റെ തീവ്രത ഹിന്ദുമതത്തെയും ഹിന്ദുക്കളെയുമാണ് ബാധിക്കുന്നത്. ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നവർ വെളിപ്പെടുത്തുന്നത് അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥയാണ്. 10 കിലോ ഗോതമ്പും 2 ടിൻ പാൽപ്പൊടിയും കിട്ടിയാൽ ഹിന്ദുമതം ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറാകുന്നു എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഹിന്ദുമതത്തിന്റെ അടിത്തറ അത്രമാത്രം ദുർബലമാണെന്നും ആ മതത്തിലെ അംഗങ്ങൾക്ക് ആത്മീയമായോ സാംസ്കാരികമായോ ബലമില്ലെന്നുമല്ലേ? ഒരു ചാക്ക് അരി കിട്ടിയാൽ ചവറുകൂനയിൽ പോയി വേസ്റ്റ് തട്ടിക്കളയുന്നത് പോലെ സ്വന്തം മതം കുടഞ്ഞു കളയാൻ മടിയില്ലാത്തവരാണ് ഹിന്ദുക്കൾ എന്ന് തുറന്നു സമ്മതിക്കുന്നതല്ലേ ഈ ആരോപണത്തിന്റെ കാതൽ? ഹിന്ദുമതം ഒരു ഹിന്ദുവിന് ജീവിതത്തിൽ യാതൊരു ആശ്വാസവും സുരക്ഷയും ആത്മാഭിമാനവും നൽകുന്നില്ല എന്നതല്ലേ ഈ ആരോപണം ഉന്നയിക്കുന്നവർ പ്രസ്താവിക്കുന്നത്? ഹിന്ദുമതത്തിന്റെ ശക്തിയെയും സ്ഥിരതയെയും കുറിച്ച് സനാതനികൾ എത്ര ഉച്ചത്തിൽ പ്രഖ്യാപിച്ചാലും 1 കിലോ ഗോതമ്പിനോ പാൽപ്പൊടിക്കോ വേണ്ടി ഹിന്ദുക്കൾ മതം ഉപേക്ഷിക്കുമെന്ന വാദം ഹിന്ദുക്കളെ ദുർബലരും അവസരവാദികളുമായി ചിത്രീകരിക്കുകയല്ലേ ചെയ്യുന്നത്? ആ ആരോപണം കൊണ്ട് അവർ പരസ്യമായി സമ്മതിക്കുന്നത് ഇതാണ്: ഹിന്ദുമതം വിശ്വാസികളെ അതിൽ പിടിച്ചു നിർത്താൻ മതിയായ ആത്മീയ ബലം നൽകുന്ന ഒരു മതമല്ല. അതായത് അവർ സ്വയം ഹിന്ദുമതത്തെ പണത്തിനും ഭക്ഷണത്തിനും വിറ്റഴിക്കാവുന്ന ഒരു ദുർബല മതമായി ചിത്രീകരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിന് ഒരു പാക്കറ്റ് പാൽപ്പൊടിക്ക് മുന്നിലോ ഒരു ചാക്ക് അരിക്ക് മുന്നിലോ പിടിച്ചു നിൽക്കാനുള്ള ഉൾക്കരുത്തോ ത്രാണിയോ ഇല്ല എന്ന തുറന്ന സമ്മതപത്രമാണ് ഈ ആരോപണം. ഹിന്ദുമതത്തെയും ഹിന്ദു സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം ഇത്ര കഠിനവും അപമാനകരവുമായ ഒരു ആരോപണം മുസ്ലിം മതവാദികളോ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളോ മതങ്ങളോട് ഏറ്റവും അധികം വിമർശനാത്മകമായി ഇടപെടുന്ന നിരീശ്വരവാദികളോ പോലും ഉന്നയിച്ച് ഹിന്ദുക്കളെ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കാറില്ല. എന്നാൽ സനാതനധർമ്മത്തിന്റെ കൊടിക്കീഴിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആർഷഭാരത സംസ്കാരവാദികൾ ഈ അപമാനകരമായ വാദം അനായാസം മുന്നോട്ട് വയ്ക്കുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരെ പരിഹസിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിന്റെയും ഹിന്ദുക്കളുടെയും മാനം കപ്പൽ കയറ്റുകയാണ്. സനാതനികളുടെ ഈ ആരോപണം ചരിത്രത്തെ വളച്ചൊടിക്കുക മാത്രമല്ല, ഹിന്ദു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന് സ്വയം വരുത്തുന്ന ഒരു വലിയ മുറിവ് കൂടിയാണ്. അത് അജ്ഞതയിൽ നിന്ന് ഉടലെടുക്കുകയും മുൻവിധികളാൽ പോഷിപ്പിക്കപ്പെടുകയും ചരിത്രത്തിന്റെ സങ്കീർണതകളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട സനാതനികളിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഒരു മതത്തിന്റെ യഥാർത്ഥ വക്താക്കൾ അവരുടെ മതത്തിന്റെ ശക്തിയും ആഴവും ഉയർത്തിക്കാട്ടേണ്ടവരാണ്. അല്ലാതെ ഇദ്ദേഹത്തിന്റെ പേരാണ് അനിൽ വി അയ്യപ്പൻ. പുള്ളിയെ ആരോ പാൽപ്പൊടി ഗോതമ്പ് പൊടി പാസ്റ്റർ എന്നോ എന്തോ വിളിച്ചു. പുള്ളിക്ക് തീരെ സഹിച്ചില്ല. പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ് അത്രയത്. ഭക്ഷണം തന്നിട്ട് മതപരിവർത്തനം ചെയ്തു എന്ന് പറയുമ്പോൾ അതെന്താണെന്നാണ് പുള്ളി പറഞ്ഞത്. നിങ്ങളുടെ ഹിന്ദു മതത്തിന്റെ ഒരു പോരായ്മ അല്ലേ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. ആത്മാഭിമാനമില്ലാത്ത പണിയല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് പുള്ളി എഴുതിയ ബുക്കിലാണ് ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല A ക്ലാസ് ഒരു സെൽഫ് ഗോളാണ്. ഈ ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയൊക്കെ കാണുമ്പോൾ കമന്ന് വീണ് ആത്മാഭിമാനമില്ലാത്ത ഹിന്ദുക്കളൊക്കെ പോയി ഇല്ലേ? ഇന്ത്യയുടെ 140 കോടി ജനസംഖ്യയിൽ 2011 സെൻസസ് പ്രകാരം 3.5%, 2026 ഇപ്പോഴത്തെ ഒരു സെൻസസും കൂടെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4.5%. പക്ഷെ ഇതിൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ട്. അതായത് ഇവരുടെ കയ്യിൽ നിന്ന് ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയൊക്കെ മേടിച്ച് തിന്നുകയും ചെയ്ത് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഹിന്ദു അങ്ങോട്ട് മാറാൻ വയ്യ. അതാണ് ഈ ഹിന്ദു മതത്തിന്റെ ആത്മാഭിമാനം അയ്യപ്പ. അപ്പോ നിങ്ങളുടെ സംവാദത്തിനൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി ഞാൻ ആദ്യം തന്നെ, നമുക്ക് വേണമെങ്കിൽ കൂടാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹിന്ദു മതത്തിനെ എങ്ങനെയാണ് മിഷണറിമാർ വന്ന് നന്നാക്കിയെന്നും മിഷണറിമാർ ചെയ്ത സംഭാവനകളും ഹിന്ദു മതം എത്രത്തോളം മോശമായിരുന്നു ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് നിങ്ങൾ പറയുക. ക്രിസ്തുമതം ഈ 2000 വർഷം കൊണ്ട് എത്രത്തോളം ആൾക്കാരെ കൊന്നൊടുക്കി, എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു, എന്തൊക്കെയായിരുന്നു സഭകൾ കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ ഓരോ രാജ്യത്ത് ചെന്നിട്ടും നിങ്ങളിവിടെ തുണി ഉടുപ്പിച്ച കഥയല്ലേ ഉള്ളൂ.
നിങ്ങൾ തുണി അഴിപ്പിച്ച കുറെ കഥകളുണ്ട്. അപ്പൊ ആ കഥകളുമൊക്കെ ഇഷ്ടംപോലെ ചരിത്രങ്ങളും നല്ല വ്യക്തമായ പ്രൂഫുകളും. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾ ഹിന്ദു മതത്തിന്റെ മോശം സംസാരിക്കാം, ഞാൻ ക്രിസ്തു മതത്തിന്റെ മോശം സംസാരിക്കാം. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ മാത്രം വലിയ സംഭവം അല്ല, നിങ്ങൾ അതിലും വൃത്തികേടുകളൊക്കെ ഉണ്ടെന്ന് പറയുക, അത് മാത്രമേ ഉള്ളൂ. ആ ചരിത്രത്തിൽ എന്തൊത്തോരം മോശങ്ങളുണ്ടോ അതൊക്കെ പറയാം. ഇനി ഇതിന്റെ ഇടയിൽ കുറച്ച് ക്രിസ്ത്യാനികളായിട്ട് എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. കാര്യം ഇത് നിങ്ങൾ ആരെയും ഉദ്ദേശമല്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇതുപോലെ ഈ അനിൽ അയ്യപ്പൻ പറഞ്ഞതുപോലെ തന്നെ ആത്മാഭിമാനമില്ലാത്ത കുറച്ച് ആൾക്കാർ ഈ ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും കണ്ടപ്പോൾ മതപരിവർത്തനം ചെയ്യും. ഈ ആത്മാഭിമാനം ഇല്ലാതെ മതപരിവർത്തനം ചെയ്തത് കൊണ്ട് തന്നെ അവരെ ഇന്നും ക്രിസ്ത്യാനികളിൽ എനിക്ക് തോന്നുന്നു പണ്ട് മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികൾ, അതായത് യേശു ക്രിസ്തുവിന്റെ കാലത്തും റോമാ ചക്രവർത്തിയുടെ കാലത്തും മതപരിവർത്തനം ചെയ്തു പോയ ക്രിസ്ത്യാനികൾ, അല്ല ഒറിജിനൽ ക്രിസ്ത്യാനി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? മതപരിവർത്തനം എന്നൊരു സാധനം ഇല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ മതപരിവർത്തനം ചെയ്തു പോയ ക്രിസ്ത്യാനികളും പുതിയതായിട്ട് മതപരിവർത്തനം ചെയ്യുന്ന ക്രിസ്ത്യാനികളും. അപ്പൊ പുതിയതായിട്ട് മതപരിവർത്തനം ചെയ്ത് ചെല്ലുന്ന ഈ പാൽപ്പൊടിക്കും ഗോതമ്പ് പൊടിക്കും വേണ്ടിയിട്ടൊക്കെ മതപരിവർത്തനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്നും നിങ്ങൾ നോക്കിയോ കേരളത്തിൽ ദളിത് ക്രിസ്ത്യാനി എന്ന് പറയും. ഞാനൊന്ന് ആലോചിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ മതപരിവർത്തനം ചെയ്ത് അപ്പുറത്ത് പോയിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? ഹിന്ദുക്കളുടെ ജാതീയത, അതുകൊണ്ടാണ് ഞങ്ങൾ മതപരിവർത്തനം ചെയ്തത്. ശരി, നീ മതപരിവർത്തനം ചെയ്തത് നന്നായി. ഇപ്പോൾ എന്താ നിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ദളിത് ക്രിസ്ത്യാനി. ഇതിൽ കൂടുതൽ ഒന്നുമില്ല. ഇപ്പൊ അവർ പ്രകടനം നടത്തുന്നുണ്ട്, അവർക്ക് ആനുകൂല്യം വേണമെന്ന്. എന്റെ അനിലെ, നമ്മൾ ഈ പണ്ട് ഈ സവർണരുടെ ആട്ടും തുപ്പും ചവിട്ടും ഒറ്റപ്പെടുത്തലുകളും അരികുവൽക്കരിക്കലുകളും ഒക്കെ അനുഭവിച്ച നമ്മുടെ ഒരു പൂർവികരുണ്ടല്ലോ, ആ പൂർവികർ അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവർ മതപരിവർത്തനം ചെയ്തില്ല എന്ന് താൻ ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3.5% എത്തിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ തങ്ങളുടെ ദൈവങ്ങളെയും തങ്ങളുടെ ആചാരങ്ങളെല്ലാം കാത്തു രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആ പൂർവികരോടുള്ള നന്ദി വെച്ച് നമ്മളെല്ലാവരും ഇപ്പോഴും ഇതേ ഇതിൽ തന്നെ നിൽക്കുന്നു. അന്ന് ഞങ്ങളുടെ പൂർവികർ അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടിന് ഒരു പ്രത്യുപകാരം അല്ലെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ എന്ന വണ്ണം ഞങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? സംവരണം തന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും അനുഭവിക്കാത്ത, അല്ലേ, നിങ്ങളുടെ മതം വലിയ പൊന്നുകെട്ടയാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിലേട്ട് വന്നു പൂർവികരെയൊക്കെ തള്ളി പറഞ്ഞു, അവരുടെ അനുഭവിച്ചതൊക്കെ വെറും മോശമാണ്, അവരൊക്കെ വെറും അന്തസ്സില്ലാത്തവരാണ്, അതൊരു എന്താ പറയുക ഒരു അപകർഷതാബോധം ഉള്ളതാണ്, ആത്മാഭിമാനമില്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട്, അനിലയ്യപ്പന്റെ വാക്കുകളെ ഞാൻ പുറത്തുനിന്നൊന്നും എടുക്കുന്നില്ല, ആത്മാഭിമാനമില്ലാത്ത ആത്മീയ അടിത്തറയില്ലാത്ത ഒരു സംഭവമാണെന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയ ആൾക്കാർ പിന്നെ എന്ത് വാഴയ്ക്കൊക്കെയാണ് ഈ ദളിത് ക്രിസ്ത്യാനിക്ക് സംവരണം വേണം എന്ന് പറയേണ്ട ആവശ്യം എന്താ? ഈ ആഫ്രിക്ക എന്ന് കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കയിൽ കുറെ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളും കുറെ രാജ്യങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങളുമാണ്. ഈ ആഫ്രിക്കയിൽ ഒന്നും തന്നെ ആഫ്രിക്കയുടെ തനത് പാരമ്പര്യമോ മതങ്ങളോ ഒന്നും തന്നെ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ക്രിസ്ത്യാനികളാണ്. അതെന്ത് പറ്റി? അവരുടെ ആ പാരമ്പര്യമൊക്കെ മുഴുവനായിട്ട് നിങ്ങൾ അങ്ങ് കവർന്നെടുത്ത് ഫുള്ള് ക്രിസ്ത്യാനിറ്റോട്ട് കൺവേർട്ട് ചെയ്തു. പക്ഷെ ഇന്ത്യയിൽ നിങ്ങൾ കഴിഞ്ഞ 200 വർഷമായിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചു, അല്ലേ? എന്നിട്ട് പരമാവധി കൺവേർഷൻ നടന്നിരിക്കുന്നത് 1-2% ഇപ്പോൾ ആ കൺവേർഷന്റെ ഒരു തോത് വെച്ച് 2011 3.5% ആയത്. പിന്നെ ഈ ക്രിസ്ത്യാനി ആണെന്ന് പറയാൻ നാണക്കേടുള്ള കുറെ പേരുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. അവരിനി ക്രിസ്തുമതത്തെ പറ്റി പഠിച്ചോ, അതിലുള്ള വൃത്തികേടുകളൊക്കെ അവർ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും അവർ തൽക്കാലം ക്രിസ്തുവിന്റെ ഫോട്ടോയിൽ കൂടെ ഇരുന്നാൽ മതി, ഞങ്ങൾക്ക് വലിയൊരു താല്പര്യമില്ല, അങ്ങനെ കരുതി കാണണം. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ എല്ലാ ആചാരങ്ങളും പഴയ ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചത് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അവിടെ പഴയ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിനെ റോമാ ചക്രവർത്തി മാറ്റി പുതിയൊരു ദൈവമായിട്ട് യേശുക്രിസ്തുവിനെ വെച്ചു എന്നല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല. അത് നിങ്ങളിൽ നിന്നും കോപ്പി അടിച്ച വേറൊരു ടീമുണ്ട്. അതുപോലെ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ദീപാരാധന, കൊടിമരം, കൽവിളക്ക്, തേങ്ങയടിക്കൽ, തുലാഭാരം, പൊങ്കാല, ഹിന്ദുക്കളെ പാട്ടുകൾ, നമ്മുടെ ഗായത്രി മന്ത്രം എടുത്തു. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല കേട്ടോ, അതിന് ഞങ്ങൾ കളിയാക്കുന്നൊന്നുമില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികൾ, പഴയ ക്രിസ്ത്യാനികൾ, അവർ അത്രയും നാൾ കൊണ്ടു നടന്നിരുന്ന ആചാരങ്ങൾ അവർ കൊണ്ടുപോയി. അത്രയും ആത്മാഭിമാനം ഇല്ലാത്തവരല്ലല്ലോ. യൂറോപ്പിലത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലും അങ്ങനെ കുറെയൊക്കെ കൊണ്ടുവന്ന അവർ നോക്കും, കൊടിമരം, കൽവിളക്ക്, ആന എഴുന്നള്ളിപ്പ്, ഭയങ്കര ഉത്സവങ്ങൾ. ഇവിടെ പള്ളികളിൽ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞ് നടക്കുമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യൂറോപ്പിൽ എവിടെയെങ്കിലും പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നത്? അവിടെയൊന്നും പള്ളിപ്പെരുന്നാളില്ല. അവർ പെസഹ വ്യാഴം, ഈസ്റ്റർ, ക്രിസ്മസ് ഇതൊക്കെ അവർ ആഘോഷിക്കും എല്ലാ പള്ളികളിലും. അവർക്ക് ഈ ഓരോ ഇൻഡിവിജ്വൽ പള്ളികളിലായിട്ട് പെരുന്നാളില്ല. നിങ്ങൾ എന്താ അതൊക്കെ നടത്തുന്നത്? ഒന്നാതെ ഹിന്ദുക്കൾ കൊള്ളത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇയാൾ വലിയ ഗ്രന്ഥമൊക്കെ എഴുതുന്നുണ്ടല്ലോ, ഈ ഭക്ഷണം തന്ന് മതപരിവർത്തനം ചെയ്തതിന്റെ രാഷ്ട്രീയം. അതിൽ എഴുതിയിരുന്ന വരികളാണെങ്കിൽ അത് നല്ല A+ സെൽഫ് ട്രോളാണ്. ക്രിസ്ത്യാനികൾ, അതായത് മതപരിവർത്തനം ചെയ്തു പോയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ആത്മാഭിമാനം ഇല്ല എന്നാണ് താൻ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. 200 വർഷം ഭരിച്ചിട്ടും ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ 1% മാത്രം കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഇവിടെ ഈ പറയുന്ന നിങ്ങളുടെ ഒരു ഇത്. ആത്മാഭിമാനമില്ലാത്ത ഒരുപാട് പേര് അപ്പുറത്ത് പോയി. ഇനി ആത്മാഭിമാനത്തിന്റെ കഥ ഞാൻ വേറൊന്ന് പറഞ്ഞുതരാം.
ഈ ഇന്ത്യയിൽ വന്നിട്ടേ നമ്മളിവിടെ ആദിവാസികളും സാധാരണ കർഷകരും ഒക്കെ കൃഷി ചെയ്തിരുന്ന ഈ കുരുമുളക്, ഏലം, ഇഞ്ചി ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയതിന് ശേഷമാണ് വായ്ക്ക് രുചിയായിട്ട് യൂറോപ്പിലുള്ള നസ്രാണികൾ വല്ലതും തിന്നാൻ തുടങ്ങിയത് അല്ലേ? അവിടെ ഇന്ത്യയിൽ നിന്നും 1750 1938 ഇടയ്ക്ക് 45 മുതൽ 64 ട്രില്യൺ US$. ഇന്ന് ഇന്ത്യ 3 ട്രില്യൺ അതിന്റെ സമ്പദ് വ്യവസ്ഥ എത്തിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോൾ 200 വർഷം കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ലൂട്ട് ചെയ്തത് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ച് കൊണ്ടുപോയതാണ് എത്ര? 45 മുതൽ 64 ട്രില്യൺ US$. ഇത് പറഞ്ഞത് ഇനിയിപ്പോ ഇന്ത്യക്കാരനാണോ എന്നൊരു സന്ദേഹം നിങ്ങൾക്ക് വേണ്ട, അതും ഒരു ക്രിസ്ത്യാനി തന്നെ. വില്യം ഡാൽ റിംബിൾ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി അയാളുടെ ഗ്രന്ഥമായിട്ടുള്ള ദി അനാർക്കി എന്ന പുസ്തകത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓക്സ്ഫാമിലെ പഠനങ്ങളും ദാദാഭായ് നവറോജി, ഉത്സവ് പട്നായിക് തുടങ്ങിയ ഇക്കണോമിസ്റ്റുകളുടെയും കണക്ക് പ്രകാരമാണ് ഈ എമൗണ്ട്. അപ്പൊ ഈ പണം കൊണ്ട് ചെല്ലുന്നതിന് മുമ്പ് ബ്രിട്ടന്റെയും യൂറോപ്പിന്റെയും ഒക്കെ ഒരു ദാരിദ്ര്യം നിങ്ങൾക്ക് അറിയും. നിങ്ങൾ ഈ പറയുന്ന ഈ തീണ്ടിക്കൂടാത്ത ജനങ്ങൾ അവിടെ ഉണ്ട്, ഈ കണ്ടുകൂടാത്തവർ, തമ്പുരാക്കന്മാരെ, നിങ്ങൾ അവിടുത്തെ പ്രഭുക്കന്മാരുണ്ടല്ലോ, തമ്പുരാക്കന്മാരായിട്ടുള്ള നസ്രാണികൾ, അവരെ ഒന്നും കണ്ടുകൂടാ. നിങ്ങൾക്ക് വേറൊരു കോമഡി കൂടെ ഞാൻ പറഞ്ഞുതരാം. അവിടുത്തെ തമ്പുരാക്കന്മാരുണ്ടല്ലോ, തമ്പുരാൻ ക്രിസ്ത്യാനികൾ, ഈ തമ്പുരാൻ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഗോതമ്പ് കൊണ്ടുള്ള റൊട്ടിയും ചപ്പാത്തിയൊക്കെ കിട്ടുള്ളൂ. അതിന് ഭയങ്കര വിലയാണ്. ഈ താഴെക്കിടയിലുള്ള നിങ്ങളുടെ അവിടുത്തെ ചണ്ടാള കാസ്റ്റിൽ പെടുന്ന കുറെ പേരുണ്ട്, അടിത്തട്ടിൽ കിടക്കുന്ന ആൾക്കാർ. അവർ പരമദാരിദ്ര്യത്തിലും പ്ലേഗ് പോലുള്ള മാരകമായ രോഗങ്ങൾ പിടിക്കുക, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കിടക്കുക. അത് പണമില്ല, ദാരിദ്ര്യം, പരമദാരിദ്ര്യം. കുട്ടികൾ അവരെ വിൽക്കുമായിരുന്നു അവരുടെ ദാരിദ്ര്യം കാരണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ബാർലി കൊണ്ടുള്ള ഒരു കറുത്ത ബ്രെഡാണ്. ഇന്ത്യയിൽ നിന്നും കുരുമുളകും സാധനമൊക്കെ എത്തിയപ്പോഴാണ് ഈ പന്നി ഇറച്ചിയും പോത്തിറച്ചിയും ഇതൊക്കെ നിങ്ങളൊന്ന് പ്രിസർവ് ചെയ്ത് വെക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഈ ഉപ്പിലിട്ട് വെച്ചിട്ട് ഉപ്പ് കുമിഞ്ഞിട്ട് തിന്നാൻ പറ്റാത്ത കുറെ ഇറച്ചി പിണ്ടങ്ങളാണ് നിങ്ങൾ തിന്നുകൊണ്ടിരുന്നത്. വായ്ക്ക് രുചിയായിട്ട് നസ്രാണികൾ, അതായത് യൂറോപ്പിലുള്ള നസ്രാണികൾ വല്ലതും തിന്നാൻ തുടങ്ങിയത് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കയറി പോയിട്ടാണ്. ക്രിസ്ത്യാനികളാരും വിഷമിക്കില്ല കേട്ടോ, ഇതൊക്കെ സത്യം തന്നെയാണ്. ഇതൊന്നും നമ്മളാരും പറഞ്ഞതെന്നല്ല, ഒക്കെ ചരിത്രത്തിൽ എഴുതിപ്പോയ കഥകളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ്, അതായത് ഇവിടെ സുൽത്താനേറ്റുകളും ഭരിച്ച് തകർത്ത് മുഗൾ രാജവംശത്തിന്റെ 50% ഖറാജ് എന്ന ടാക്സും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ കർഷകരൊക്കെ പരമാവധി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ലോക സമ്പദ് വ്യവസ്ഥയിൽ 25% സപ്ലൈ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മളത്. അതിനു മുൻപ് 40 മുതൽ 45% സപ്ലൈ ഈ മുഗൾ രാജവംശത്തിനും സുൽത്താനേറ്റ് ഭരണത്തിനും മുൻപ് അത്രയും റിച്ച് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ റിച്ചസ്റ്റ് സിറ്റികളിലൊക്കെ ഒന്ന് ഇന്ത്യയിലായിരുന്നു, ഹംപിയൊക്കെ ആയിരുന്നു. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പോ ഇവിടെ വന്ന് ഈ 200 വർഷം കൊണ്ട് ഈ യൂറോപ്പിലുള്ള നസ്രാണികളെല്ലാം കൂടെ ഇന്ത്യയിൽ നിന്ന് ഇത്രയും പണം കൊള്ളയടിച്ച് കൊണ്ടുപോയി ഇന്ത്യക്കാരെ ടാക്സ് ചുമത്തി ആ പൈസ കൊണ്ട് പുട്ടടിച്ച് അരമനയിലിരുന്ന് ചോറും തിന്ന് നെയ്യും വെണ്ണയും കയറ്റി തടിച്ച് വീർത്ത കുറെ മിഷണറിമാരും അവിടുത്തെ പുണ്യാളച്ചന്മാരും പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് തരുന്ന കണക്ക് നമ്മുടെ തന്നെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് അതിന്ന് കുറച്ച് ഗോതമ്പും പാൽപ്പൊടിയും ഇങ്ങോട്ട് കൊണ്ട് തരുമ്പോൾ അത് കണ്ട് ആത്മാഭിമാനം വിട്ട് ഞാനത് പറയില്ല, താനത് പറഞ്ഞാലും ഞാനത് പറയില്ല. കാരണം പട്ടിണി കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം, അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങൾ, എന്തോരം യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്, എന്തോരം ടാക്സാണ് ഇവിടുത്തെ കർഷകർ കൊടുക്കേണ്ടി വന്നത്. അതിനു മുമ്പ് മുഗൾ സാമ്രാജ്യം, അവരുടെ ആക്രമണങ്ങൾ, അവരുടെ ടാക്സ്, അവരുടെ മതപരിവർത്തനം, ടിപ്പു സുൽത്താന്റെ ആക്രമണം, ടിപ്പു സുൽത്താന്റെ മതപരിവർത്തനം, സുൽത്താനേറ്റുകളുടെ ആക്രമണം, അവരുടെ മതപരിവർത്തനം, കൂട്ടക്കൊല, ബലാത്സംഗം. നമ്മളിവിടെ പാവങ്ങൾ മനുഷ്യരല്ലേ ഇവരൊക്കെ. അപ്പോൾ ഈ കൃഷി ഒന്നും കാര്യമായിട്ട് നടന്നില്ല. അപ്പോൾ ദാരിദ്ര്യത്തിൽ ബ്രിട്ടീഷുകാർ തന്നെ ആക്കിയിട്ടുള്ള, അവർ തന്നെ നശിപ്പിച്ച് 25% ഇക്കണോമി ഉണ്ടായിരുന്നതിനെ 2% എത്തിച്ച വൃത്തികെട്ടവന്മാരാണ് നിങ്ങളെ യൂറോപ്പിലുള്ള നസ്രാണികൾ. ആ പരുവത്തിൽ കൊണ്ട് എത്തിച്ചപ്പോൾ അവർ ദാരിദ്ര്യത്തിലായിപ്പോയി. ആ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളെന്ന് തന്നെ മോട്ടിച്ചിട്ട് ഒരു കഥ കേട്ടിട്ടില്ലേ, കള്ളൻ പോക്കറ്റ് അടിക്കും, 500 രൂപ പോക്കറ്റ് അടിച്ച് കഴിഞ്ഞ് ഒരു ചെവിലൊരു അടിയിൽ നിന്നിട്ട് പോടാന്ന് പറയും. അപ്പോൾ തിരിച്ച് ബസ്സിന് പോകാനില്ലാതെ നടക്കുന്ന കാണുമ്പോൾ കള്ളൻ ആ നമ്മളെന്ന് മോട്ടിച്ച് 500 രൂപയിൽ നിന്ന് ഒരു 50 രൂപ എടുത്ത് തന്നിട്ട് വെച്ചോ പോണ വഴിക്ക് വല്ല മേടിച്ച് കഴിച്ചോന്നൊക്കെ പറഞ്ഞ് വിടുന്ന കണ്ടിട്ടില്ലേ? ആ പരിപാടിയാണ് ചെയ്തത്. അണ്ണൻ ഇതുവരെ ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ വലിയ കാര്യത്തിന് ബുക്ക് എഴുതുന്നല്ലോ. ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്. ഇത്രയും $1 ട്രില്യൺ ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയിട്ടാണ് അവിടെ അരമനകളും പള്ളികളും ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ അവിടുത്തെ പള്ളിയിലച്ചന്മാരും പുരോഹിതന്മാരും കന്യാസ്ത്രീകളും കെട്ടിലമ്മകളും ഒക്കെ ആയിട്ട് ജീവിച്ചത്. ആഫ്രിക്കയിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം ബ്രിട്ടനിലോട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, ജുവൽ ഓഫ് ദി ക്രൗൺ, ബ്രിട്ടീഷുകാരുടെ കിരീടത്തിലെ രത്നം, അങ്ങനെയായിരുന്നു ഇന്ത്യയെ വിളിച്ചിരുന്നത്. പിന്നെ താൻ പറഞ്ഞ ഷൂ നക്കിയത്, നിങ്ങൾ നക്കിയ അവയവം പച്ചക്ക് എനിക്കിതിൽ പറയാൻ കഴിയില്ല.
പക്ഷെ നക്കിയത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 1897 ജൂൺ 26, ഈ നസ്രാണികളുടെ പത്രമാണല്ലോ മനോരമ. മാമൻ മാപ്പിളയ്ക്ക് ബ്രിട്ടീഷുകാരോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ 60 ആണ്ട് ഭരണത്തിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു എഡിറ്റോറിയൽ എഴുതി. നമ്മുടെ കാരുണ്യവതിയായ ചക്രവർത്തിനിയുടെ വത്സലഭാവവും പ്രജാക്ഷേമവും ഈ 60 സംവത്സര കാലത്തെ ഭരണം കൊണ്ട് ലോകപ്രസിദ്ധമായി തീർന്നിരിക്കുന്നു. ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾക്ക് വെളിച്ചമേകിയവളെ. ഇതിന്റെ അവസാന വരികളെ കോമഡി. 60 ഭരണവർഷം തികയുന്ന ഈ ശുഭവേളയിൽ നമ്മുടെ ചക്രവർത്തിനിക്ക്, എൻ്റെ അല്ല നിങ്ങളെ മാത്രം, അങ്ങനെ ആഗ്രഹിച്ച നസ്രാണികളുടെ ക്രിസ്ത്യാനികളുടെ മാത്രം ചക്രവർത്തിനിക്ക് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് 25% നിന്ന് നമ്മുടെ സമ്പദ്ഘടനയെ 2% കൊണ്ടെത്തിച്ച 1858-59 കാലഘട്ടങ്ങളിൽ നടന്ന നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ 10 ലക്ഷത്തോളം ഇന്ത്യക്കാരെ നിഷ്കരുണം കൊന്നൊടുക്കിയ ഇന്ത്യയിൽ നിരവധി രാജാക്കന്മാരെ, പഴശ്ശിരാജയെ, നമ്മുടെ ഝാൻസി റാണിയെ, താന്തിയ തോപ്പിയെ, ഭക്ത് ഖാനെ, അങ്ങനെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ ഒരു രാജ്ഞിയുടെ കാലല്ലല്ലോ നിങ്ങൾ നക്കിയത്. പാവാട അലക്കി കൊടുത്ത് കാലിന്റെ അനിലയ്യപ്പാ. അപ്പൊ അത്രയും നക്കി കിടന്ന ആ ഒരു ബീജ ഗുണമാണ് താൻ കാണിക്കുന്നത്. ഞങ്ങൾക്കത് വലിയതായിട്ട് തോന്നുന്നില്ല. താൻ പറഞ്ഞ കണക്ക് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിൽ തുടങ്ങി ഇവിടുത്തെ പല ആൾക്കാരുടെയും ചീട്ടങ്ങടെ കീറും. ഏറ്റവും നന്നായിട്ട് കാലം ആദ്യം നക്കിയത് മോത്തിലാൽ നെഹ്റു ആണ്. അതിനു മുമ്പ് നന്നായിട്ട് നക്കിയവന്മാർ കമ്മ്യൂണിസ്റ്റുകാരിലെ SA ഡാംഗയും PC ജോഷിയുമാണ്. ഇവരൊക്കെ നക്കി അത്രയും വെടിപ്പായിട്ട് 10-11 കൊല്ലം ജയിലിൽ കിടന്നിട്ട് അയാളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇവന്മാരെ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നക്കി തുടങ്ങിയ നക്കല. ഷൂ അത്രയും വൃത്തിയായിരുന്നു മോനെ. നിങ്ങൾ പിന്നെ ഷൂ ഇല്ലല്ലോ, ഷൂ മാറ്റി വേറെ സാധനങ്ങളിലോട്ട് കയറിയല്ലോ. അപ്പോൾ ഇത്തരം നാറിയ കഥകളൊക്കെ നിങ്ങൾക്കുണ്ട്. ആഹാരത്തിന്റെ രാഷ്ട്രീയം. ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റാത്ത ചില മേഖലകളുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കില്ല, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല, അത്തരം ഫീൽഡിലേക്ക് ഇറങ്ങില്ല. അവിടെയുള്ള ആൾക്കാരെ ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനും നിൽക്കില്ല. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ വെല്ലുവിളിച്ചാൽ പരാജയപ്പെടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ അടി, ഇടി, വെട്ട്, കുത്ത്, കൊല, മോഷണം, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ അത് ഞങ്ങൾക്ക് പറ്റിയതല്ല. ഞങ്ങൾ അവിടെ അമ്മയെ പരാജയമായിരിക്കും ആ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ. അതായത് പണ്ട് മുതലേ ഞങ്ങൾ അതൊന്നും ചെയ്യാത്ത, ആ ഫീൽഡില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുന്നതല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഈ പറഞ്ഞ അടി, ഇടിയും, കൊത്തും, കൊലയും, മോഷണവും എല്ലാത്തിലും അതിനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ജയിലിൽ കിടന്നുള്ളവരൊക്കെയാണ്. മനസ്സിലായ? ഈ പറഞ്ഞ പണിയൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ പിന്നീട് മാറ്റം വന്നു, ജീവിതത്തിൽ മാറ്റം വന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വന്നു. അപ്പൊ ഞങ്ങൾക്ക് മാറ്റം വന്നു. ആ മാറ്റം വന്നപ്പോൾ ഞങ്ങൾ ക്രിസ്തു പറയുന്ന കൽപ്പനകൾ അനുസരിച്ച്, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി, അതായത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ പ്രമാണം അനുസരിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളോട് ചെയ്യരുത് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പരാജയമായിരിക്കും, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? അയ്യോ, ഈ വേശിയുടെ ചാരിത്ര പ്രസംഗം കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ഹിന്ദു മതത്തിന് എന്തും പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഇതിൽ ഒരുപാട് കാസ്റ്റിസം ഉണ്ട്. കാസ്റ്റിന്റെ പുറത്ത് സവർണൻ, അവർണൻ, അടിച്ചമർത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തലുകൾ, തീണ്ടാപ്പാട് അകല നിർത്തലുകൾ, അങ്ങനെ ഒരുപാട് കലാപരിപാടികളുണ്ട്. പക്ഷേ ഇത്രയും ക്രൂരമായ ഒരു ഭരണ സംവിധാനം ക്രിസ്ത്യാനികളല്ലാതെ വേറെ ആരും ലോകത്ത് നടപ്പിലാക്കിയിട്ടുണ്ടാവില്ല. വെട്ടും കുത്തും കൊലപാതകമൊക്കെ എന്ത്. ഇവിടെ നടത്തിയ ഗോവൻ ഇൻക്യൂസിഷൻ തന്നെ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു, ഇവിടെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് യൂറോപ്പിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ പാതയിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും സൗമ്യരായി തീർന്നു എന്നാ പറയണത്. വാഴയ്ക്കായി തീർന്നു. ക്രിസ്തുവിന്റെ പാതയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാലയളവുകളാണ് ഞാൻ ഈ പറയുന്നത്. സെയിന്റ് ബെർത്തിലോമിയോ ദിന കൂട്ടക്കൊല എന്ന് കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ പാതയിൽ നിങ്ങൾ എത്തിയതിന് ശേഷമുള്ളതാണ്. നിങ്ങൾ മനുഷ്യരെ മനുഷ്യരായി കണ്ടിരുന്നു. നിങ്ങൾ അവിടെ ഈ കീഴ്ജാതി, മേൽജാതി, സവർണ തമ്പുരാക്കന്മാർ, അവർണ ക്രിസ്ത്യാനികൾ, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ അവിടെ ജീവിച്ചിരുന്നത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയും അതൊക്കെ ക്ലാസ്സുകളാണ്, അതൊക്കെ സാമൂഹ്യ ഡിവിഷനുകളാണ്, വാഴയ്ക്കാണ്. അവിടെ കിടന്നിരുന്നത് എങ്ങനെയെന്നൊക്കെ അവരുടെ തന്നെ ചരിത്രത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന, ക്രിസ്ത്യാനി രാജാക്കന്മാർ ഭരിക്കുന്ന, ക്രിസ്ത്യാനികളുടെ ഭരണകൂടം ഭരിക്കുന്ന ആ സമൂഹത്തിൽ മനുഷ്യനെ വേർതിരിക്കുകയും മനുഷ്യനെ മനുഷ്യനായി കാണാതെ മൃഗങ്ങളുടെ തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലും കേരളത്തിലും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലുമായിട്ടൊക്കെ നടന്ന ആ സാമൂഹ്യ പരിഷ്കരണം അവിടെ 14, 15, 13 നൂറ്റാണ്ടുകളിൽ നടന്നു. അപ്പോൾ നമ്മൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഒന്ന് ആലോചിക്കുക. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ആകെ 100 വർഷമേ ആയിട്ടുള്ളൂ ഈ റിനേസൻസ് കഴിഞ്ഞിട്ട്, നിങ്ങൾക്ക് 10-600 വർഷമായി. അപ്പോൾ ഈ പെട്രാർക്കിനെ പോലുള്ള ആൾക്കാർ, മാർട്ടിൻ ലൂതറിനെ പോലുള്ള ആൾക്കാർ, മാർട്ടിൻ ലൂതർ കിങ് അല്ല, അത് അമേരിക്ക, ഇത് മാർട്ടിൻ ലൂതർ. അപ്പോൾ ഈ മാർട്ടിൻ ലൂതറിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ ഈ ക്രിസ്ത്യാനികളുടെ വൃത്തികേടുകൾ,
മനുഷ്യത്വമില്ലായ്മ, ദുർമന്ത്രവാദിനി വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 5 ലക്ഷത്തോളം സ്ത്രീകളെ, അത് നിങ്ങൾ അപ്പർ കാസ്റ്റിലെ സ്ത്രീകളെ ഒന്നും ക്രിസ്ത്യാനികളൊന്നും ചെയ്തിട്ടില്ല, ലോവർ കാസ്റ്റിലെ താഴ്ന്ന ജാതിയിലെ ദരിദ്രരായ സ്ത്രീകളെ മാത്രം പിടിച്ചോണ്ട് പോയി ജീവനോടെ ചുട്ടുകൊല്ലുന്ന മനുഷ്യനാടാ നീയൊക്കെ. നമ്മളടുത്ത് തമ്പ്രാൻ പറഞ്ഞു മാറുന്നില്ലടാ, മാറി നിന്നു. തമ്പ്രാൻ പറഞ്ഞു തമ്പ്രാന്റെ കണ്ണി പെടരുത്, ഓ തമ്പ്രാൻ പറഞ്ഞു സംസ്കൃതം പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട, മാറി നിന്നു. നിങ്ങൾ എന്തിനാണ് ഈ ആൾക്കാർ ഈ ചുട്ടുകൊല്ലുന്നത്? മാറി നിന്നാലും പിടിച്ചോണ്ടൊന്ന് ചുട്ടുകൊല്ലു. നല്ല ആൾക്കാരാ. അപ്പൊ ഈ മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ സമയത്ത് അവിടെ ഇങ്ങനെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായിട്ട് വേർതിരിഞ്ഞു, കുറച്ച് സാമൂഹ്യ പരിഷ്കരണം, ഇത്തിരി ബുദ്ധിയും ബോധമൊക്കെ ആൾക്കാർക്ക് വന്നു തുടങ്ങി. അതിനു മുമ്പ് ഈ കണ്ടുപിടുത്തങ്ങളുടെ ഇരുണ്ട യുഗമായിരുന്നു, ശാസ്ത്രത്തിന്റെ ഇരുണ്ട യുഗം. അതിനുമുമ്പ് ഈ ക്രിസ്ത്യാനികളുടെ പ്രധാന ഹോബി ശാസ്ത്രജ്ഞർ ആരെങ്കിലും ഒക്കെ ഉണ്ട്, ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷം കൊടുത്ത് കൊല്ലുക, പിന്നെ നക്ഷത്രങ്ങളും സൂര്യനെ പോലെ ഗോളമാണെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ജീവനോടെ കത്തിക്കുക, ശ്വാസം മുട്ടിച്ച് കൊല്ലുക, നല്ല ലൈബ്രറിയും അവിടെ പഠിക്കാൻ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളും അറിവ് നേടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഈ അലക്സാണ്ട്രിയ ലൈബ്രറിയെയും അതിനെ കത്തിക്കുകയും അവിടെ ഹൈപ്പേഷ്യ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞ ഉണ്ടായിരുന്നു, സ്ത്രീയായിരുന്നു, അവരെയൊക്കെ റോട്ടിലൂടെ വലിച്ചഴച്ച് ചിരട്ട കൊണ്ടൊക്കെ കുത്തി കൊല്ലുക, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ കലാപരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കുറച്ച് ക്രിസ്ത്യാനികൾ, നമ്മളിവിടെയും കുറച്ച് ആൾക്കാർക്ക് ഒരു ബോധം വെക്കുമല്ലോ, മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ നേതൃത്വത്തിൽ സാമൂഹ്യ പരിഷ്കരണം നടക്കുകയും അവിടെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നൊരു വിഭാഗം വരികയും ചെയ്തു. നിങ്ങൾ കർത്താവിന്റെ ആൾക്കാരാണല്ലോ, സമാധാന കാംക്ഷികളായ കർത്താവിന്റെ ആൾക്കാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഇവന്മാർ കാണിച്ച പോക്കൃത്തരം എന്താണെന്ന് അറിയണ്ടേ. ഇവർ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരെ രാജാവിന്റെ കൊട്ടാരത്തിലെ വിവാഹ സൽക്കാരത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് ഇവരെ എല്ലാവരെയും അവിടെ ഇട്ട് ക്രൂരമായി കുത്തിക്കൊന്നു കളയുന്ന മാത്രമല്ല, പാരീസിൽ തുടങ്ങി ഇത് ഫ്രാൻസിന്റെ അങ്ങ് പല ഗ്രാമങ്ങളിലോട്ടും അങ്ങ് പരന്നു. തൊട്ട അയൽവക്കത്തുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ ആളെ പിടിക്കുക, അവരെ ഭാര്യയെ വെട്ടിക്കൊല്ലുക, കുട്ടികളെ വെട്ടിക്കൊല്ലുക, പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ. എന്തു മനുഷ്യരാണോ നിങ്ങളൊക്കെ? പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ വെട്ടിക്കൊന്നിട്ട് സീൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ അടിസ്ഥാനമില്ലാതെ പറയുന്നതല്ല, ഇതൊക്കെ ചരിത്രങ്ങളാണ്. സെന്റ് ബെർത്തലോമിയ ദിനം കൂട്ടക്കൊല. അങ്ങനെ ആ കൊലപാതകത്തിലെ അനൗദ്യോഗിക കണക്ക് തന്നെ 1 ലക്ഷോ 2 ലക്ഷോ പേരാണ്. എന്തായാലും ഔദ്യോഗികമായിട്ട് 30,000 പേരെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ കണക്കെടുക്കാം. 2 ദിവസം കൊണ്ട് ക്രിസ്തുവിന്റെ പാതയിലേക്ക് സമാധാനത്തിലോട്ട് പോയ നിങ്ങൾ കൊന്നൊടുക്കിയതാണ്. ആ കൂട്ടക്കൊല അറിഞ്ഞ ഉടനെ കർത്താവിന്റെ ദാസനായ മാർപ്പാപ്പ വളരെയധികം സന്തോഷവാനായിട്ട് അവിടെ ഒരു കൂട്ടപ്രാർത്ഥന സംഘടിപ്പിച്ചു. കൂടാതെ ഒരു വിശുദ്ധ മെഡലും ഒക്കെ ഇറക്കി. നിങ്ങളുടെ പുണ്യം ചെയ്ത മതത്തിന്റെ ചരിത്രമാണ് ഇതൊക്കെ. ഇനി നമുക്ക് ആഫ്രിക്കയിലോട്ട് വരാം. ഈ കോങ്കോ ഫ്രീ സ്റ്റേറ്റിലെ കൂട്ടക്കൊല കേട്ടിട്ടുണ്ടോ? ബെൽജിയത്തിലെ രാജാവ് ലിയോപോൾഡ് രണ്ടാമൻ ഈ കത്തോലിക്ക മിഷണറിമാരുടെ സഹായത്തോടു കൂടി കോങ്കോ പിടിച്ചെടുത്തു. അവിടുത്തെ റബ്ബറിന് വേണ്ടിയിട്ടാണ് ഇവർ പിടിച്ചെടുത്തത്. അത് കൃത്യമായിട്ട് കൊടുക്കാത്ത ഗോത്രങ്ങളെ മുഴുവൻ അവർ തെരഞ്ഞു പിടിച്ചു കൊന്നത് പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ. ഈ കുട്ടികളെയൊക്കെ എങ്ങനെയാണ് കൊല്ലുന്നത്? കർത്താവിന്റെ ദാസന്മാർ മിഷണറി പ്രവർത്തനത്തിന് ഇറങ്ങിയല്ലേ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കർത്താവ് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. അതിനവർ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? ഇവർ അപരിഷ്കൃതർ, ചെകുത്താന്റെ ആളുകളാണെന്ന്. 1 കോടിയോളം പേരെയാണ് ഈ കൊന്നു കളഞ്ഞത് വെറും റബ്ബറിന് വേണ്ടി. 20-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ പോലും നിങ്ങളെ ഈ മിഷണറിമാർ, കർത്താവിന്റെ ദാസന്മാർ, ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കിയത് ഹെറേറോ നെമാക്യു കൂട്ടക്കൊലങ്ങൾ കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കയിൽ തന്നെ ജർമ്മൻ മിഷണറികൾ വന്നു, മതപരിവർത്തനം ചെയ്തു. എന്നിട്ട് ഇവരുടെ ലാൻഡ്, ഈ ഹെറേറോ നെമാക്യു എന്ന് പറയുന്ന ഗോത്രത്തിൽ അവരുടെ ലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. ആത്മാഭിമാനം ഉള്ളത് കൊണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞാൽ ആത്മാഭിമാനം ഇല്ലാതെ മതപരിവർത്തനം ചെയ്തു പോയ ടീമുണ്ടല്ലോ നിങ്ങളെപ്പോലെ, അതല്ല ഞാൻ പറഞ്ഞത്. ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് ഈ ആഫ്രിക്കയിലുള്ള ഹെറേറോ നെമാക്യുവിലെ ആൾക്കാർ എന്ത് പറഞ്ഞു? ഞങ്ങൾ ചെയ്യില്ല. ജർമ്മൻ ജനറൽ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യാനി ലോതർ വോൺ ത്രോത്ത എന്ന് പറയുന്ന ആൾ ഇവർക്ക് നേരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവർ തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇവിടെ ആൾക്കാരെ ഏർപ്പാടാക്കി. മരുഭൂമിയിൽ കിടന്ന് ആ സ്ത്രീകളും കുട്ടികളും ആ പുരുഷന്മാരും എല്ലാം പട്ടിണി കിടന്ന് മരിച്ചു. മിഷണറിമാർ വളരെ ഹാപ്പി ആയിരുന്നു. ലാൻഡ് അങ്ങനെ ജർമ്മനിക്ക് കിട്ടി. കർത്താവിന്റെ ദാസന്മാർ, മിഷണറിയുടെ പ്രവർത്തനമല്ലേ. ഈ പട്ടികളൊക്കെ പ്രസവിക്കുമ്പോൾ കുട്ടികളെയൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകില്ലേ, അതുപോലെ ഈ മനുഷ്യരിൽ നിന്നും അവരുടെ സ്വന്തം മക്കളെയൊക്കെ ഈ മിഷണറിയാർ പറിച്ചെടുത്തുകൊണ്ട് പോവുക. എന്നിട്ട് അവരുടെ മിഷണറി സ്കൂളിൽ കൊണ്ടു ചെന്ന് താമസിപ്പിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും, വാ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തവർ രക്ഷപ്പെടുത്തില്ല. അല്ല, ഈ കുട്ടികൾ അവരുടെ തനത് ഭാഷയും തനത് സംസ്കാരവും സംസാരിച്ചതിന് ആ കുട്ടികളെ പലരെയും കൊന്നു കളഞ്ഞു. ചരിത്രത്തിലുള്ളതാണ്. എങ്ങനെയാണ് ഒരു കുട്ടികളെയൊക്കെ കൊന്നു കളയാൻ നോക്കുന്നത്? കർത്താവിന്റെ മിഷണറിമാർ. ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനി ജോമോ കിനിയത്തിന്റെ പ്രശസ്തമായൊരു വാക്യമുണ്ട്. മിഷണറിമാർ ആഫ്രിക്കയിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ ബൈബിളും നമ്മുടെ കയ്യിൽ ഭൂമിയും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞു കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ. കണ്ണു തുറന്നപ്പോൾ നമ്മുടെ കയ്യിൽ ബൈബിളും അവരുടെ കയ്യിൽ ഭൂമിയും. നിങ്ങൾ എന്താണ്, കൊള്ളസംഘം വല്ലതും ആണോ? ആഫ്രിക്കയെ മുഴുവൻ നിങ്ങൾ നശിപ്പിച്ചു.
പക്ഷെ 200 വർഷം ഭരണം കിട്ടിയിട്ടും നിങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാത്ത ഒന്ന് ഇതാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഹിന്ദുക്കൾ ഇത്തിരി ആട്ടയും റവയും പുട്ടുപൊടിയൊക്കെ കിട്ടിയാൽ അവരിങ്ങനെ മതപരിവർത്തനം ചെയ്യുന്നു. ചെയ്തതാണ് 200 വർഷം കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ എണ്ണം. നിങ്ങൾ നടത്താത്ത മിഷണറി പ്രവർത്തനം ഒന്നും തന്നെ ഇല്ല. ഇനി രണ്ടാമതൊരു കാര്യം, ഈ ഹിന്ദുക്കളുടെ ഈ ഒരു പാരമ്പര്യവും ദൈവവിശ്വാസവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 7000-8000 വർഷം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൈവവിശ്വാസം എത്രത്തോളം സ്ട്രോങ് ആണെന്നും ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ലൊരു ബോധ്യമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 1500 വർഷം മുമ്പ് മെനിഞ്ഞാന്നല്ലേ നിങ്ങളുടെ മതം ഉണ്ടായത്. അപ്പൊ നിങ്ങളുടെ വിചാരം ഇത് ഭയങ്കര സംഭവമാണെന്നും എന്ത് നടക്കുന്നു. പക്ഷെ പ്ലേഗ് വന്നപ്പോൾ യൂറോപ്പിലെ നിങ്ങളുടെ ദൈവം പള്ളി അടച്ച് വീട്ടിൽ പോയി. അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ചത്തൊടുങ്ങിയപ്പോഴാണ് യൂറോപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നവോത്ഥാനം ഉണ്ടായത്. കർത്താവിനെ കൊണ്ട് രക്ഷയൊന്നുമില്ലാന്ന്. അതേപോലെ ഇപ്പോൾ നമ്മളിവിടെ കൊറോണ വന്നല്ലോ. കൊറോണ വന്നപ്പോഴും എല്ലാവരുടെ ദൈവവും മാസ്ക് വിട്ട് വീട്ടിൽ പോയിരുന്നത്. അപ്പൊ അത്രയ്ക്കുള്ള കഴിവുകളൊക്കെ ഉള്ളൂ എന്നത് ദൈവത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഖ്യകളെ വളരെ പുച്ഛമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ മതപരിവർത്തനം അങ്ങനെ ഇങ്ങോട്ട് അനുവദിക്കൂല. നമ്മളാണെങ്കിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്തു മതവും ഇതൊക്കെ എത്രത്തോളം മോശപ്പെട്ട ഒരു ചരിത്രമുള്ളതാണെന്നും അതിലൊക്കെ ഉള്ള ജാതീയതയും ജാതി ഭിന്നതയും അതിൽ നടക്കുന്ന പോക്കൃത്തരങ്ങളും അതിലുള്ള ഗ്രന്ഥങ്ങളിലെ പിശകുകളും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും നമ്മൾ ഇതുപോലെ പറയുകയും ചെയ്യും. എനിക്കിപ്പോ എൻ്റെ ഹിന്ദു മതത്തെ പറ്റി ഇപ്പൊ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുക? ഈ ജാതീയത തന്നെയാണല്ലോ സവർണൻ അവർണൻ അടിച്ചമർത്തിയിരുന്നത്. ഇതൊക്കെ തന്നെയാണല്ലോ. ഇതിലും വൃത്തിയായിട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ യൂറോപ്പിൽ. അതിലും വൃത്തിയായിട്ട് കൊന്നൊടുക്കിയതാണ് നിങ്ങൾ ആഫ്രിക്കയിലുള്ള സകല ഗോത്രങ്ങളെയും. എന്നിട്ട് അതെല്ലാം ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യാനികളും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ മതപരിവർത്തനം ചെയ്ത് മാറ്റി ഈ ക്രിസ്ത്യാനികൾ നൈജീരിയയിലും സുഡാനിലുമെല്ലാം ബൊക്കോ ഹറാം ഇസ്ലാമിക് തീവ്രവാദികൾ നിരന്തരം വെടിവെച്ച് കൊല്ലുന്നുണ്ട്. കമാനൊരു അക്ഷരം മിണ്ടാൻ ഈ ആത്മാഭിമാനമുള്ള അനിൽ അയ്യപ്പനെ കൊണ്ട് പറ്റുമോ? അപ്പോഴും 2 വാക്ക് സംസാരിക്കുന്നത് ഇതേ സംഖ്യകൾ തന്നെയാണ്. ഈ സംഖ്യകളും പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ക്രിസംഖ്യകളായിട്ട് കാസാക്കാരുണ്ട്. ഇവന്മാര് മാത്രമേ നട്ടല് നിവർത്തി നിന്നിട്ട് നൈജീരിയയിലും സുഡാനിലും നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെ വ്യക്തമായി വിമർശിക്കാറുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും ഞാനിത് എടുത്തെടുത്ത് പറയാറുണ്ട്. നിങ്ങൾ ഇത്രയും ആത്മാഭിമാനമുള്ളവരായിട്ട് നിങ്ങളുടെ കർത്താവ് വന്ന് രക്ഷിക്കുമെന്നും നിങ്ങളെയൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് കെട്ടി അങ്ങ് മുകളിലോട്ട് എടുത്തെന്നും നിങ്ങൾക്ക് ഗോതമ്പൊടിയും പാൽപ്പൊടിയൊക്കെ തന്നു എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഇതേ മതത്തിന്റെ മിഷണറിമാർ മതപരിവർത്തനം ചെയ്തതാണ് ഈ നൈജീരിയയിലും സുഡാനും ഉള്ളത്. നിങ്ങൾ ഈ ഇവിടുന്ന് മതപരിവർത്തനം എന്നും പറഞ്ഞുകൊണ്ട് ഓടി ജാർഖണ്ഡിൽ അവിടെ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ സംഘികൾ കമ്പൊടിച്ച് ചന്തിക്ക് ഓരോന്ന് തന്ന് അങ്ങോട്ട് വിടും. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവത്തിന് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കും, മതപരിവർത്തനം എന്നൊരു ആശയമില്ലാമെങ്കിൽ ഈ യൂറോപ്പിൽ ആകമാനം കത്തി കാണിച്ചും വാള് വെച്ചും രക്തപ്പുഴകൾ ഒഴുക്കിയും ലക്ഷോപലക്ഷം ആൾക്കാരെ കൊന്നൊടുക്കിയും വളർത്തിയെടുത്തതാണ് ഈ ക്രിസ്തുമതം. അതില്ലായിരുന്നു എങ്കിൽ നിങ്ങളൊക്കെ അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പട്ടികളും വരൂല എന്നുള്ളത് ഉറപ്പ്. ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ പണം മുഴുവനും കൊള്ളയടിച്ച് ആ പണം കൊണ്ട് വീഞ്ഞും കുടിച്ച് തിന്ന് ചീർത്തവന്മാർ തന്നെയാണ് യൂറോപ്പിൽ കിടക്കുന്ന മിഷണറിമാരെല്ലാം. എന്നിട്ട് അവന്മാര് പട്ടിക്ക് എല്ലും കഷ്ണം കൊടുക്കുന്ന നടക്കും നമ്മളെ നിന്ന് കൊള്ളയടിച്ചിട്ട് അതിൽ നിന്നൊരു വിഹിതം എടുത്ത് നമുക്ക് എന്നപ്പോൾ നിങ്ങൾ ആത്മാഭിമാനം നശിച്ച് അങ്ങോട്ട് പോയി. അത് നിങ്ങൾ തന്നെ പറഞ്ഞ ഡയലോഗാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പോ ഈ പോയ നിങ്ങൾ വലിയ ധൈര്യശാലിയും സംഖ്യകളെയൊക്കെ വെല്ലുവിളിക്കുന്ന ആൾക്കാരുമാണെങ്കിൽ ഒരു വാക്ക് ആ നൈജീരിയയിലും സുഡാനിലുള്ള ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചൂടെ? എന്തിനധികം യൂറോപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, ഈ ഫ്രാൻസിൽ ചാർലി ഹെബ്ഡോ എന്ന് പറഞ്ഞൊരു കാർട്ടൂണിന്റെ പേരിൽ അവിടെയുള്ള ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ജിഹാദികളെ പറ്റി നിങ്ങൾ കമാന്നൊരു അക്ഷരം മിണ്ടാറുണ്ടോ? നിങ്ങൾ മിണ്ടാറില്ല. നിനക്കൊന്നും നട്ടലും പൊങ്ങൂല, നാവും പൊങ്ങൂല. കാര്യം എന്താ അറിയോ? ബ്രിട്ടീഷ് രാജ്ഞിയുടെ അടിപ്പാവാട അലക്കി കിടന്ന ടീമാണ് നിങ്ങളൊക്കെ. ഇന്നും ആ ബീജഗുണം നീയൊക്കെ കാണിക്കുന്നുമുണ്ട്. ചെയ്തു കൂട്ടിയ വൃത്തികേടുകളെല്ലാം തന്നെ ഈ 1000-1600 വർഷം കൊണ്ട് ധാരാളമുണ്ട്. ഇനി ഗ്രന്ഥങ്ങൾ എടുത്താലോ, ചിലപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വിളിക്കുകയും സംവാദത്തിന് വരികയൊക്കെ ചെയ്യുമ്പോൾ ഒരു തൊലിഞ്ഞ ഡയലോഗ് അടിക്കും. ഞാൻ പഴയ നിയമത്തിന്റെ ആളല്ല, ഞങ്ങൾ പുതിയ നിയമത്തിന്റെ ആളല്ല, ഞങ്ങൾ പുതിയ നിയമവും 27 പുസ്തകങ്ങളും ഒരു വാഴക്കയില്ല. നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന പഴയ നിയമവും പുതിയ നിയമവും എല്ലാ ഗ്രന്ഥങ്ങളും ഒക്കെ ഉൾക്കൊള്ളാനും, അതുപോലെ നിങ്ങൾ കത്തോലിക്ക സഭയുടെ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടെ, ഞങ്ങൾ പെന്തക്കോസ്താണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ ക്നാനായക്കാരെ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, മാർത്തോമക്കാരെ കാര്യം ഞങ്ങൾക്ക് അറിയണ്ട, അതല്ല. അങ്ങനെ പണയാൻ വേണ്ടിയിട്ട് ഒരുത്തനും വരണ്ട. ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും അതിനുള്ളിലുള്ള വൃത്തികേടുകളൊക്കെ പറയുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. വന്ന് നിന്നിട്ട് ക്രിസ്ത്യാനികളാണ് മൊബൈൽ കണ്ടുപിടിച്ചത്, ക്രിസ്ത്യാനികളാണ് ബോംബ് കണ്ടുപിടിച്ചത്, ക്രിസ്ത്യാനികളാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത്, ക്രിസ്ത്യാനികളാണ് റേഡിയോ കണ്ടുപിടിച്ചത്, ക്രിസ്ത്യാനികളാണ് ടവർ കണ്ടുപിടിച്ചത്, ക്രിസ്ത്യാനികളാണ് ബോട്ട് കണ്ടുപിടിച്ചത്. ഇത് പറയുമ്പോൾ നിങ്ങൾ പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണെന്നും ജ്ഞാനായ ക്രിസ്ത്യാനിയാണെന്നും കത്തോലിക്ക ക്രിസ്ത്യാനിയാണെന്നും പറയാറില്ലല്ലോ. എല്ലാം ക്രിസ്ത്യാനിയുടെ ക്രെഡിറ്റിലോട്ടൊക്കെ എടുക്കാറില്ലേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് കാണിച്ച പോക്കൃത്തരങ്ങളെല്ലാം ക്രിസ്ത്യാനിറ്റിയുടെ ക്രെഡിറ്റ് തന്നെ എടുക്കണം. ഈ ലോകത്ത് മുഴുവൻ കൊന്നൊടുക്കിയത്, ഈ ലോകത്ത് മുഴുവൻ നടത്തിയിട്ടുള്ള ക്രൂരമായ മനുഷ്യവേട്ടകൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ മനസ്സ് കാണിച്ച ആ പഴയ മിഷണറി വിശുദ്ധന്മാരുടെയൊക്കെ ആ ഒരു മനസ്സ്, മെന്റാലിറ്റി, ഇന്ത്യയിലെ ജനങ്ങൾ തിരികെ ഹിന്ദു മതത്തിലേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ ഇവിടെ ഇൻക്വിസിഷൻ നടത്തണമെന്ന് എഴുതിയ വിശുദ്ധന്മാർ, അങ്ങനെ എന്തോരം കാര്യങ്ങൾ ഈ കഴിഞ്ഞ 1000-1500 വർഷം കൊണ്ട് ഈ ലോകത്ത് ക്രിസ്തുമതം ഒഴുക്കിയ ചോരച്ചാലുകൾ, ചോരപ്പുഴകൾ. ഹിന്ദു മതം ഇനി എത്രയൊക്കെ ജാതിയുടെ പേരിൽ ഇവിടെയുള്ള സംഘർഷങ്ങൾ നിങ്ങൾ എഴുതിയാലും ഈ മതത്തിന്റെ പേരിൽ ക്രിസ്തുമതം ഒഴുക്കിയതിന്റെ 10-1 പോലും എത്തത്തില്ല. ഈ പാൽപ്പൊടിയും ഇതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടത്തെ പണമാണടാ മണ്ട. നമ്മുടെ പണം തന്നെ അവന്മാർ നമ്മളെ ഇവിടത്തെ, നമ്മുടെ പൂർവികരായിട്ടുള്ള പിന്നോക്ക ജാതിക്കാർ, എസ്പെഷ്യലി നമ്മുടെ പൂർവികരാണ് കർഷകർ. ആ കർഷകർ കഷ്ടപ്പെട്ട് വിളവെടുത്ത് ആ പണം ടാക്സായി മേടിച്ച് ഈ നാട്ടിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയവന്മാരാണ് ഈ പാതിരിമാർ. അത്ര അല്ലെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾ, ഈ യൂറോപ്യന്മാർ. ആ കൊണ്ടുപോയതിന്റെ അതിന്ന് ഈ പട്ടിക്ക് എല്ലും കഷ്ണം കൊടുക്കുന്ന കണക്ക് ഒരു ഇത്തിരി വിഹിതമാണ് തന്നത്. എന്നിട്ട് ആ പട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ആത്മാഭിമാനം ഞാൻ സംരക്ഷിച്ചു, നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റി. ഇന്ത്യയിൽ നിന്ന് ഇതുപോലെ നിർബന്ധിതമായിട്ട് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയെ അവിടത്തെ ഇംഗ്ലണ്ടിലേക്ക് കടത്തിക്കൊണ്ട് പോയി ഭക്ഷണം, ഇവിടെ നിന്ന് എത്രയോ ടൺ അരി. അങ്ങനെ ബംഗാളിൽ ഉണ്ടായ ക്ഷാമത്തിൽ മരിച്ചത് 30 ലക്ഷത്തിന് മേൽ ഇന്ത്യക്കാരാണ്. നിങ്ങൾ ക്രിസ്ത്യാനികൾ അരി എടുത്തോണ്ട് പോയ കണക്കാണ് പറയുന്നത്, പാൽപ്പൊടിയും ഗോതമ്പും തന്ന കണക്കല്ല. അതിന്റെ പേരിലുണ്ടായ ക്ഷാമം, അങ്ങനെ എത്രയോ കൊലപാതകങ്ങളും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൂട്ടിയവന്മാരാണ് നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കണ്ടുപിടുത്തം മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലൂടെ ക്രെഡിറ്റിൽ എടുക്കാമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഇനി എപ്പോഴെങ്കിലും നമ്മൾ തമ്മിൽ കണ്ടാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും 100% നിങ്ങളുടെ ക്രെഡിറ്റ് തന്നെ കയറും. നിന്റെ കാഴ്ചപ്പാടിൽ സംഘികൾ ചാണാക്കുഴിയിലാണെങ്കിൽ പൊന്നുമോനെ നീ കിടക്കണ സെപ്റ്റി ടാങ്കിലാണ്. ആ സെപ്റ്റി ടാങ്കിന്റെ നാറ്റം എത്രത്തോളം അറിയണമെങ്കിൽ ഞാൻ ഇനിയും പറയാം. പറയുമ്പോൾ ഉള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ക്രിസ്ത്യാനികളും നല്ലവരുണ്ട്. അവരവരുടെ കുട്ടികളെയും പഠിപ്പിച്ച് അവർക്കൊരു ഭാവി ഉണ്ടാക്കി അവരുടെ കൊച്ചുമക്കളെയും കണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ആശ്വാസത്തിന് കർത്താവേ എന്ന് വിളിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയണ കേട്ട വിഷമാവും. അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ആത്മാഭിമാനമില്ലാതെ, അങ്ങനെയാണല്ലോ പാൽപ്പൊടിയും ഗോതമ്പും കിട്ടി പോകുന്നവന് ആത്മാഭിമാനം ഇല്ല എന്നാണ് അനിൽ അയ്യപ്പന്റെ വാദം. അപ്പോൾ അങ്ങനെ ആത്മാഭിമാനം ഇല്ലാതെ അങ്ങോട്ട് വന്നവന് അവിടെയും അവർ ആത്മാഭിമാനം കൊടുക്കാതെ ദളിത് ക്രിസ്ത്യാനിയായിട്ട് ഇട്ടിരിക്കുകയും, ഇനി അഥവാ ഏതെങ്കിലും സവർണ്ണ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറി പെണ്ണാലോചിച്ചാൽ കെവിനെ കൊന്ന പോലെ കൊന്നു കളയും എന്നുള്ളത് കൊണ്ടും വെറുതെ അപ്പുറത്തോട്ട് പോയിട്ട് ദളിത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനുമായിട്ട് ജീവിക്കുന്ന ഇവർക്ക് അങ്ങേയറ്റ അപകർഷതാബോധവും ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് തിരികെ ഇങ്ങോട്ട് നോക്കി ഹിന്ദു മതത്തിനെ കയറി ചൊറിയുമ്പോൾ അവൻ പോയി കിടക്കുന്നത് എവിടെയാണെന്ന് തിരിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ അവരോട് പറയണം, ഈ അനിൽ അയ്യപ്പനോ അങ്ങനെയുള്ള കൂഷ്മാണ്ഡങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നീ ഇങ്ങോട്ട് വന്നില്ലേ, ഇനി ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് കർത്താവിലൊക്കെ അഭയം പ്രാപിച്ച് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. അല്ലാതെ നിങ്ങളുടെ ഇടയിൽ ഈ ദളിത് ക്രിസ്ത്യാനി എന്നുള്ള പട്ടം എടുത്ത് കളഞ്ഞ് ഈ കത്തോലിക്ക സഭ, റോമൻ കത്തോലിക്ക സഭ, ലാറ്റിൻ കത്തോലിക്ക സഭ, മാർത്തോമ, സുറിയാനി, ജ്ഞാനായ, ചപ്പ്, ചവർ ഇതൊക്കെ കളഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒറ്റ ബെൽറ്റിൽ എന്നെങ്കിലും ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നിങ്ങളെ അങ്ങോട്ട് ഞാനങ്ങ് പുകഴ്ത്താം, ക്രിസ്ത്യാനി മാത്രമേ ഉള്ളൂ എന്ന്. അല്ലാതെ 1500 ജാതിയായിട്ട് നിൽക്കണം നിങ്ങൾ, ഇടതുകാലിൽ മന്തുള്ള നിങ്ങൾ വലതുകാലിലെ മന്തുള്ളവനെ നോക്കി കളിയാക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന വൃത്തികേടുകളും വൃത്തിഹീനങ്ങളും പറയാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പറയാം, ഞാനും പറയാം, ഒരു തർക്കവും എനിക്കില്ലാത്ത ആളാണ്. ഇനി ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള തെമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും പറയാനാണെങ്കിൽ ഹിന്ദുക്കളത് പറഞ്ഞു, ക്രിസ്ത്യാനികളത് ഞാനും പറയാം, ഒരു തർക്കവും എനിക്കില്ല. അതുകൊണ്ട് അനിൽ അയ്യപ്പ, ഈ ആത്മാഭിമാനം ഇല്ലാതെ പോയി എന്ന് കരുതിയിട്ട് എല്ലാവരെയും ആ കാറ്റഗറി പെടുത്തണ്ട. നമ്മളിങ്ങനെ ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരുള്ളത് കൊണ്ടാണ് 200 വർഷം നിങ്ങളെ കൊണ്ട് ഈ ഇന്ത്യയിലുള്ള ജനവിഭാഗത്തിന്റെ 1% കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ആത്മാഭിമാനം ഇല്ലാത്ത ആൾക്കാർ പോയത്. പക്ഷെ ആഫ്രിക്കയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ക്രൂരമായ വേട്ടകളിൽ ആ രാജ്യത്തിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ക്രിസ്ത്യാനിറ്റോട്ട് കൺവേർട്ട് ചെയ്തു, അവരെ തീരെ തകർത്തടിച്ചു കളഞ്ഞു. ഇനി നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. The United States government is offering you a piece of land of your own. We have our own land. No, it's not yours. It's the U.S. government's. Did they buy it? No. Did they trade for it? It's not like that. Then how can they own it? He has a point. You can depend on your country to take care of you. You are not my country. We will give you everything you need if you will just submit to living on a reservation. We need nothing from you. അതില് ആ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഗോത്രവർഗക്കാരനാണ് അമേരിക്കക്കാരൻ. മറ്റവന്മാര് വെളുമ്പൻ ക്രിസ്ത്യാനി ഫ്രം ഇംഗ്ലണ്ട്, മനസ്സിലായില്ലേ? അപ്പോ അതാണ് അമേരിക്കക്കാരൻ.
നിങ്ങൾ അവിടെ പോയി ആ ഗോത്രവർഗ്ഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി മിഷണറി പ്രവർത്തനം നടത്തിയതാ. അവരൊക്കെ തുണി കൊടുത്തവരായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരുടെ തുണി പറിച്ച് കളഞ്ഞ് നിങ്ങൾ അവിടെ വലിയൊരു മിഷണറി പ്രവർത്തനം അങ്ങോട്ട് നടത്തി. അതിന്റെ കഥകളും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മിഷണറി പ്രവർത്തനത്തിന്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ, മിഷണറിമാരല്ലെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടെ ഈ പാവങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി അമേരിക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് തള്ളിവിട്ട് ഇന്നിപ്പോൾ നിങ്ങൾക്ക് അവിടെ റെഡ് ഇന്ത്യൻസിനെ കാണാൻ കിട്ടുന്നുണ്ട്, അമേരിക്കൻ നേറ്റീവ്സിനെ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മനുഷ്യനാണോ അതുപോലെ മൃഗങ്ങളുമാണോ ഇങ്ങനെ ഒരു കുലങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് ഏത് കർത്താവിന്റെ പേരും പറഞ്ഞാൽ നിങ്ങൾ ഈ ക്രൂരതകൾ മുഴുവൻ ചെയ്യുന്നത്? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഇങ്ങനെ നശിച്ച് നാറാണക്കല്ല് പിടിച്ചു കൊടുക്കാൻ ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളുടെ മുന്നിൽ തല കുനിച്ച് കൊടുക്കാത്ത ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ, അത് ഹിന്ദുവാണ്. അത് ഞങ്ങളാണടാ, ഞങ്ങൾ സംഖ്യകളാണ്. അതുകൊണ്ടാണ് നീയൊക്കെ ഇപ്പോഴും മതപരിവർത്തനം ചെയ്തിട്ട് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് നാട്ടിലുള്ളത് ഒരൊറ്റ അന്തസ്സോട് കൂടി ക്രിസ്ത്യൻ പേരിടാത്തത്. ക്രിസ്ത്യൻ പേര് ഇപ്പൊ ഏത് പേരാ ക്രിസ്ത്യൻ പേര്? ചിലർ അലക്സാണ്ടർ എന്നൊക്കെ പേരിട്ടിട്ടുണ്ടാവും. അലക്സാണ്ടർ ക്രിസ്ത്യാനിയാ? അലക്സാണ്ടർ ചക്രവർത്തി കേട്ടില്ലേ? പുള്ളിക്ക് ഈ ക്രിസ്തു മതത്തിനെയും ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഒരു വാഴയ്ക്ക് അറിഞ്ഞുണ്ട്. അപ്പൊ ആ പേരൊക്കെ പണ്ടേ ഉള്ളത്. ഒരു മതം ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ അതിന് സ്വന്തമായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടാക്കിക്കൂടെ? ആചാരങ്ങളോ കൊള്ളയടിച്ചതും കോപ്പി അടിച്ചതും, സമ്പത്തും നാട്ടുകാരെ നിന്ന് കൊള്ളയടിക്കുക, കോപ്പി അടിക്കുക, നാട്ടുകാരെ കൊല ചെയ്യുക, ആളെ കൂടെ കൂട്ടുക. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും സ്വന്തമായിട്ട് സമുദായത്തിന് ഉണ്ടാക്കിയും കിട്ടൂടെ? ഈ നാട്ടുകാരുടെ കൊടിമരവും കൽവിളക്കൊക്കെ കോപ്പി അടിക്കുന്ന കണക്കുള്ള ഊള പരിപാടിയാണിത്. അപ്പൊ ഞാനിത് ഒരുപാട് അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്, നിർത്താൻ പറ്റുന്നില്ല. ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് അവസരങ്ങൾ വരും, അപ്പോൾ നമ്മൾ പറയാം. തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. Those Muslims and Christians who respect my religion and my culture, I will respect you back. Otherwise, you will surely be contempt. This is my policy. Jai Hind. ആദിയില്ലല്ലോ ഉരന്തമില്ലല്ലോ ഉലക്കാലം പോലാ യുഗത്തിൽ, വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഉലക്കാലം പോയാ യുഗത്തിൽ. ആദിയില്ലല്ലോ ഉരന്തമില്ലല്ലോ ഉലക്കാലം പോയാ യുഗത്തിൽ, വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഉലക്കാലം പോയാ യുഗത്തിൽ. രയ്യരയ്യം രയ്യരയ്യം രയ്യരയ്യരയ്യരയ്യം.